പ്രിൻസിപ്പലായിട്ടിരിക്കുന്നത്. അധ്യാപക നിയമനം നടക്കാൻ പോകുന്നു. പരിമിതമായ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഇത് സെൽഫ് ഫൈനാൻസിങ് മോഡിലാണ് എന്നറിയാമല്ലോ. ന്യായമായ ഫീസോട് കൂടിയിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഒരു കേരളത്തിലെ വിദ്യാഭ്യാസ ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഈ കോളേജിനൊരു വ്യത്യസ്തമായ സ്ഥാനം ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അത് നേടിയെടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഒന്ന്, സത്യസായി പ്രസ്ഥാനത്തിൻ്റെ പുട്ടപ്പർത്തിയിലുള്ള കോളേജുകളും മറ്റ് സ്ഥലങ്ങളിലുള്ള കോളേജുകളും ഹോസ്പിറ്റൽസും അങ്ങനെ തന്നെ, അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലവാരം വച്ചു പുലർത്തുന്ന കോളേജുകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരം, എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മുടെ ഈ കോളേജും ഒരു മാതൃകാപരമായ പെൺകുട്ടികളുടെ കോളേജായിട്ട് ഒരു എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, പുതിയ പുതിയ കോഴ്സുകൾ വരും വർഷങ്ങളിൽ നമ്മൾ ഓഫർ ചെയ്യണം. പെൺകുട്ടികളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ മനസ്സിലുള്ളത്. എല്ലാ അർത്ഥത്തിലും കുട്ടികളെ ഒരു എക്സലൻസിലേക്ക് കൊണ്ടുപോകത്തക്ക, ആധുനിക കാലത്തിന് അവരെ സജ്ജമാക്കത്തക്ക രീതിയിലുള്ള ഒരു എംപവറിംഗ് ക്യാമ്പസ് ആയിട്ട് ഇതിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്ത തരത്തിലുള്ള എക്സലൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ കോളേജ് ആരംഭിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ഈ ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തെ പറ്റി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കഴിയണമല്ലോ, മന്ത്രിമാരെയൊക്കെ കിട്ടണമല്ലോ. ഏതായാലും ജൂലൈയിൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയായി ഈ അക്കാദമിക വർഷം ക്ലാസ്സുകൾ ആരംഭിക്കും. അധ്യാപക നിയമനം ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴെപ്പോഴും നമ്മൾ കോളേജുകൾ ആരംഭിക്കുന്നില്ല. ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തണമെന്ന് നമ്മൾ വിചാരിച്ച കാരണം തന്നെ ഒരു പുതിയ കോളേജ് കോഴിക്കോട് ആരംഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വഴി നാട്ടുകാരറിയണം, അത് പ്രകീർത്തിക്കപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കോഴിക്കോട് സർവകലാശാലയും കേരള ഗവൺമെൻറ്റിനെയും ഞങ്ങൾക്ക് അവരോട് നന്ദി പറയേണ്ടതുണ്ട്. കാരണം നടപടിക്രമങ്ങളെല്ലാം വളരെ ത്വരിതപ്പെടുത്തി ഗവൺമെൻറ് അംഗീകാരം തന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ തന്നു. വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദി യൂണിവേഴ്സിറ്റി ആൻഡ് ദി ഗവൺമെൻറ് ഓഫ് കേരള. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഒരു പുതിയ കോളേജ് ആരംഭിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, അത് വി വാണ്ടഡ് ടു സെലിബ്രേറ്റ് വിത്ത്. അപ്പോൾ വന്നതിൽ എല്ലാവർക്കും സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഇത്രയൊക്കെ ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ സതീഷ് മിക്കവാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, കോളേജില്ല, ആദ്യമായിട്ടാണ് ഒരു കോളേജ്. മാത്രവുമല്ല ഇത് സെൻട്രൽ ട്രസ്റ്റ്, അവരുടെ പുട്ടപ്പർത്തിയിലുള്ള സെൻട്രൽ ട്രസ്റ്റിന്റെ ധനസഹായത്തോടു കൂടി തന്നെയാണ് അവർ ഓൾസോ ഗിവൺ മണി. ഇനി ബിൽഡിങ്ങിന് ഒരു കാശ് തരും. അപ്പോൾ അവരുടെ ഒരു മേൽനോട്ടവും അവരുടെ സാമ്പത്തികമായി എന്തായാലും പങ്കാളിത്തമുണ്ട്. മേൽനോട്ടം തൽക്കാലം ഞങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അവിടുന്ന് വേറെ ഒന്നുമില്ല, ഒരു പണം തരുന്നു, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം എന്ന് പറയുന്നു എന്നുള്ളത് മാത്രം. 40-80 സീറ്റ്. അതിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ കോളേജ് വന്നിട്ടുണ്ട്. കാലിക്കറ്റിൻ്റെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ്റെ വെബ്സൈറ്റിൽ കോളേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വന്നില്ലേ പിന്നെ ഒരു വർഷം നീണ്ടു പോകുന്നു. അവിടെ ഫെസിലിറ്റീസൊക്കെ ഏറെക്കുറെ പൂർത്തിയായി. ബൈ മിഡിൽ ഓഫ് ജൂൺ അതെല്ലാം തീരും. ഹോസ്റ്റൽ സൗകര്യം പരിമിതമാണിപ്പോൾ, ഉണ്ട്, കുറച്ച് സൗകര്യങ്ങളുണ്ട്. അത് കാറ്റലോഗിൽ പറയാൻ മതി. കുറച്ച് കുട്ടികൾക്ക് കിട്ടും, ഉള്ളി ലേഡീസ് ഉണ്ട്. സെൽഫ് ഫിനാൻസിലാണ്. എന്തോ ഫീസ് ഘടന യൂണിവേഴ്സിറ്റി പറയുന്ന ഘടന, പിന്നെ നമ്മുടെ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ഘടന മാത്രമേ ഉള്ളല്ലോ വ്യത്യാസമുള്ളൂ. അത് എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ വളരെ മാന്യമായ ഫീസായിരിക്കും. ക്യാപിറ്റേഷൻ ഫീ ഇല്ല, സംഭാവനയൊന്നും അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇതൊരു മാതൃകാപരമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. വി ആർ നോട്ട് എ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ. പിന്നെ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സെൻട്രൽ ട്രസ്റ്റ് തരുന്നുമുണ്ട്. അതുകൊണ്ട് മുടക്കിയ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഫീസ് അടിച്ചു കൂട്ടേണ്ട കാര്യമില്ല. സാമൂഹ്യ ബാധ്യതയോടുകൂടി കുട്ടികൾ വളർന്നു വരണം എന്നുള്ള വിചാരം നമുക്കുണ്ട്. തീർച്ചയായും ഉണ്ടാവുമല്ലോ. വിമൻ അത് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പുതിയ കോഴ്സുകൾ, പ്രത്യേകിച്ച് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും. ഒരുപാട് പുതിയ കോഴ്സുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും. വി ഫൈൻഡ് എ വെരി ഗുഡ് ഫ്യൂച്ചർ ഫോർ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ്. കാളിദാസന്റെ വനജോത്സ്യം നല്ല ജോത്സ്യം. അത് തുടക്കത്തിലെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. കേരള സുരക്ഷിതമായിട്ട് എന്താണെന്നറിയില്ല. ആണാണ്. അല്ലെ, അവിടുത്തെ സ്കൂളൊക്കെ മിക്സഡ് ആണല്ലേ? അവിടെ സ്കൂൾ വിപനാണ്. അവിടെ സ്കൂള് മിക്സ്ഡ് ആണ്. സ്കൂള് മിക്സ്ഡ് ആണ്. അവിടുത്തെ സ്കൂളൊക്കെ മിക്സ്ഡ് സ്കൂളാണ്. പക്ഷേ ഇതിപ്പോ ഒരു വിമൻസ് കോളേജായിട്ട് തുടങ്ങാനാണ് തീരുമാനം. ഭാവിയിൽ അത് മാറുമില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. മാറാൻ ഇപ്പോൾ ഉദ്ദേശമില്ല.
ഇപ്പൊ ഗവൺമെന്റ് വിമൻസ് കോളേജില്ലേ, സെന്റ് തെരേസസ് കോളേജില്ലേ, വിമല കോളേജില്ലേ, പ്രോവിഡൻസ് കോളേജില്ലേ, കേരളത്തിൽ പെൺകുട്ടികളല്ലേ പെൺകുട്ടികൾക്കല്ലേ കൂടുതൽ ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നത് ആർക്കാ? ഏറ്റവും കൂടുതൽ കുട്ടികൾ പെൺകുട്ടികൾക്കാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ നയം മാറ്റിക്കൂടുന്നില്ല. ഇപ്പൊ സൈഡ് പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ തുടക്കത്തിൽ വന്നത് വിമൻസ് കോളേജ് തുടങ്ങാം എന്നൊരു തീരുമാനം വന്നു, നമ്മൾ നടപ്പിലാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കൂടുന്നില്ല. ഇപ്പൊ ഏതായാലും അങ്ങനെയാണ് തുടക്കത്തിൽ. അത് ആദ്യം അത് സ്റ്റെബിലൈസ് ചെയ്യാൻ നല്ലതുമായിരിക്കും. അത് മാറിക്കൂടുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ മാറാൻ ഉദ്ദേശമില്ല. പിന്നെ കേരളത്തിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ. ഞാനീ പറഞ്ഞാൽ എത്ര എത്ര നല്ല അന്തസ്സായ കോളേജുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളൊന്നും നടത്തട്ടെ പെൺകുട്ടികൾക്ക് വേണ്ടി നല്ലൊരു കോളേജ്. അതിനൊരു പൊരുത്തക്കേടുണ്ടോ? കാലഘട്ടവുമായിട്ട് പൊരുത്തക്കേടുണ്ടോ? നമുക്ക് പരിഹരിക്കാം, ഭാവിയിലാവട്ടെ. ഇന്ന് ഞങ്ങൾ കാലുറക്കട്ടെ. ഇല്ല, നമുക്ക് കാലുറക്കട്ടെ. നമുക്കത് പുനഃപരിശോധിക്കാം. കാലുറക്കട്ടെ, എന്നിട്ട് നമുക്ക് പുനഃപരിശോധിക്കാവുന്നല്ലോ. എനിക്കതിനകത്ത് താത്വികമായ എതിർപ്പില്ല മിക്സഡ് കോളേജിൽ. പക്ഷേ ഈ തുടക്കത്തിൽ ഇത് അങ്ങനെ വന്നു ഒരു വിമൻസ് കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയതാണ്. നമുക്ക് ഭാവിയിൽ അത് പുനഃപരിശോധിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ഏതായാലും അങ്ങനെ പരിഗണിക്കും. ഇത് ആദ്യം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോളേജ് പുതുതായിട്ട് ആരംഭിക്കുമ്പോൾ ഒരുപാട് ഞങ്ങൾക്കുമുണ്ട് പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. നല്ല നിലവാരത്തിൽ കൊണ്ടുപോകണം. കാരണം കേരളത്തിൽ കോളേജുകൾക്ക് കുറവില്ല. പല കോളേജുകളിലും ആളെ കിട്ടുന്നുമില്ല, കുട്ടികളെ കിട്ടുന്നുമില്ല. അപ്പോൾ മികച്ച നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ് ഈ കോളേജിന്റെ ഏറ്റവും പരമമായിട്ടുള്ള വെല്ലുവിളി. യു ഹാവ് ടു ഓഫർ ദ ബെസ്റ്റ്. 80 കുട്ടികളെ തുടക്കത്തിലുള്ളൂ. 4 വർഷത്തെ കോഴ്സാണ്. അപേക്ഷ അല്ല, ഈ 2 യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് തന്നുള്ളൂ. ഈ 2 കിട്ടിയുള്ളൂ. നമുക്ക് കൂടുതൽ കോഴ്സ് നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല, അവിടെ സൗകര്യമുണ്ട്. പക്ഷേ തൽക്കാലം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ 2 തന്നുള്ളൂ. ഇത് നേരെ നടത്തുകയാണെങ്കിൽ വിൽ ഗോ ഫോർ ന്യൂ കോഴ്സസ്.